ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സിബീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പൂവൻ കോഴിക്കറിയാണ്. സ്വാദേറും പൂവൻ കോഴിക്കറി. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 പൂവനാണേ. ആ 2 പൂവനെ അങ്ങോട്ട് പിടിച്ചിട്ട് കോഴിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾക്ക് ആർക്കും പോകണ്ട, ഫ്രീ ഡേ ആണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഹസ്ബൻഡും മോളും അമ്മായിയമ്മയും അച്ഛനും എല്ലാവരും കൂടെ കോഴിക്കറി വെക്കാമെന്ന് വെച്ചു. ഇതിനു വേണ്ടി ഞങ്ങൾ വൃത്തിയാക്കിയ 2 പൂവൻ കോഴിയാണ്. അതിന് നല്ല വൃത്തിയാക്കി നല്ല ശുദ്ധമായി കഴുകി തന്നു. അതിനുശേഷം നല്ല നാടൻ കറിവേപ്പിലയും തേങ്ങാക്കൊത്തുമാണ്. ആദ്യം തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. അതിനുശേഷം നമുക്കിതിന് വേണ്ട 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അമ്മായിയമ്മയാണ് അളവ് പോലെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം. അതിനുശേഷം നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി, ചിക്കൻ മസാല മസ്റ്റാണേ, മല്ലിപ്പൊടി വേണം. ഏകദേശം നമുക്ക് ഒരു 5 സ്പൂണോളം മല്ലിപ്പൊടി വേണം. കാരണം ഏകദേശം ഈ 2 പൂവനും അത്യാവശ്യം നല്ല തൂക്കത്തിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ പൊടികൾ ആവശ്യമാണ്. ഏകദേശം 5 സ്പൂണോളം മല്ലിപ്പൊടി വേണം. അതിനുശേഷം ഏകദേശം ഒരു മുളക് പൊടിയൊക്കെ അമ്മയമ്മയ്ക്കാണ് കണക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ, എല്ലാം സഹായിക്കും. ഏകദേശം ഒരു 1, 2, 3, 4, 9 സ്പൂൺ മുളക് പൊടിയോളം നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഴിക്കറി എല്ലാം റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഈ മസാലക്കൂട്ടെല്ലാം ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കും. കാരണം നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് തീ കത്തുമ്പോൾ കൂടുതൽ പൊടിയൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി അങ്ങ് കരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ നേരത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും പെരിഞ്ജീരകവും ചിക്കൻ മസാലയും എല്ലാം ചേർത്ത് വെക്കും. ഏകദേശം ആ അളവ് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇടുന്നത് ഏകദേശം 1 സ്പൂണോളം ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല വളരെ വൃത്തിയായിട്ട് അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച്, നമ്മൾ വെളിയിൽ തന്നെയാണ് അടുപ്പ് എല്ലാം കൂട്ടി കത്തിക്കുന്നത്. വെളിയിൽ നമ്മൾ കോഴിക്കറി വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ അടുപ്പ് കൂട്ടി കത്തിച്ച് വെക്കുന്നത്. അത് ഗ്യാസിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റും വെളിയിൽ അടുപ്പ് കൂട്ടി കത്തിക്കുന്നതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളി തന്നെ എടുക്കുക. ഉരുളിക്കകത്ത് അടുപ്പ് നന്നായി തീ കത്തിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാനായിട്ട് ചീൻചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ വറ്റൽമുളക് ഇടുക. ഏകദേശം നല്ല രീതിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇടുക. കടുക് നന്നായി ആയി വരും. പൊട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, സവാള ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല തീയാണേ. ആ തീയിൽ കിടന്ന് കടുക് പൊട്ടിയ സമയത്ത് തന്നെ കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളി നമ്മൾ അരിയുന്നില്ല, കഷ്ണങ്ങളാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, കൊച്ചുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഏറെ ചേർക്കേണ്ടത്. കൊച്ചുള്ളിയുടെ ആ രുചി നമുക്ക് അരുചിയായിട്ട് തോന്നും. നമുക്ക് ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി അരിയാനേ പാടില്ല. ഏകദേശം നല്ല രീതിയിൽ വഴറ്റി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കേണ്ടതുണ്ട്. ഏകദേശം നല്ല രീതിയിൽ കൊച്ചുള്ളി ചേർത്താലേ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നല്ല സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടുപ്പായതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. തടി പോലെയുള്ള തവികൾ മാത്രമേ നമ്മൾ ഇളക്കാനായിട്ട് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ നന്നായിട്ട് ചൂട് തട്ടും. നന്നായിട്ട് ഉള്ളി വഴലുന്ന വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഏകദേശം നമുക്ക് വേണ്ടത് 2-2.5 സ്പൂൺ ഉപ്പോളം വേണ്ടി വരും. ഈ ചിക്കൻ്റെ ഒരു കണക്കനുസരിച്ച് തന്നെ ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കറി അത്ര കൊള്ളണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ ഉപ്പ് കൊടുക്കുക. ഉപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉള്ളിക്കകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളി നല്ല രീതിയിൽ വഴണ്ട് നല്ല രീതിയിൽ ഏകദേശം നമുക്കൊരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. അടുപ്പിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തീ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു നല്ല കളർ വരണം. നല്ല രീതിയിൽ നല്ല പോലെ വഴണ്ടിയിട്ട് ശേഷമേ നമുക്ക് ഇതിനകത്ത് പൊടി ചേർക്കാൻ പറ്റുള്ളൂ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം നല്ല തീ ആയതുകൊണ്ട് നമുക്ക് ഉള്ളി അടുക്കി പിടിക്കാതെ നമ്മൾ നോക്കിക്കോണം. നമ്മൾ പൊതുവേ ചിക്കൻ വാങ്ങിക്കുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം നല്ല നാടൻ ചിക്കൻ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് തേങ്ങയായാലും. ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഏകദേശം 2 വെളുത്തുള്ളിയോളം വരും. 2 വെളുത്തുള്ളി പൊളിച്ച് അത് കഴുകി വൃത്തിയാക്കി മിക്സിയിൽ അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ അടിച്ച് ചേർത്താണ് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ചേർത്തിട്ട് തന്നെ നല്ല രീതിയിൽ, ഈ ഉള്ളി കാണുന്ന രീതിയിലല്ല, ഉള്ളി നല്ലപോലെ മങ്ങണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ തേങ്ങാക്കൊത്തും
കറിവേപ്പിലയും നമ്മുടെ അയ്യത്ത് നിന്ന് തന്നെ പറിച്ചാണ്. നമ്മൾ മാക്സിമം പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാമല്ലോ, ഒന്നാമത്തെ കാര്യം കൊറോണ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി നല്ല രീതിയിൽ ആ സമയത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ആ വഴണ്ട് വന്ന സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം ഇളക്കുക. ഏകദേശം ഉള്ളിയിൽ നല്ല രീതിയിൽ ഉള്ളിൽ പിടിക്കണം. നല്ല മുളകും മല്ലിപ്പൊടിയുടെയൊക്കെ ആ മണം മാറുന്നത് വരെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കൈ മാറ്റുകയേ ചെയ്യരുത്. നമ്മൾ ഈ തേങ്ങ വറക്കാൻ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ ഇളക്കുന്ന കൈ മാറ്റി കൊടുക്കരുത്. നല്ല രീതിയിൽ മണം മാറിയതിന് ശേഷം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ചിക്കൻ, കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിടുക. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ തനി നാടൻ ചിക്കൻ കുക്കറിലടിക്കും. കാരണം ഈ വളരെ വേവ് കൂടുതലുള്ള ചിക്കനാണ് നാടൻ പൂവൻകോഴിയിൽ. പക്ഷെ ഞങ്ങൾ കുക്കറിൽ അടിക്കുന്നില്ല. കുക്കറിൽ അടിച്ചാൽ നമുക്ക് അതിൻ്റെ ആ സ്വാദ് കിട്ടത്തില്ല. എന്തുവാണെങ്കിലും നമ്മുടെ ആ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന സ്വാദ് ഉണ്ടാവില്ല. നല്ല രീതിയിൽ വറ്റിയതിന് ശേഷം ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ആ അരപ്പ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചതിന് ശേഷം നല്ല ഒരു 3 കപ്പ് വെള്ളം, നല്ല പോലെ വെള്ളം വേണേ. കാരണം നമ്മളിത് ഫുള്ള് അടുപ്പിൽ വെച്ചാണ് വേവിക്കുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, കുക്കറിൽ അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏകദേശം ഒരു 2.5 മണിക്കൂറോളമെങ്കിലും, 2 മണിക്കൂർ മാക്സിമം ഈ വെള്ളം ചേർത്തതിന് ശേഷം വേവിക്കണം. എങ്കിലും നമുക്ക് ഈ കഷ്ണങ്ങൾ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല രീതിയിൽ ഇപ്പം വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ അവസാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ആ കറിവേപ്പിലയും നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അത് രണ്ടും ഇട്ടപ്പോൾ തന്നെ കറിയുടെ ആ ഒരു ലുക്കേ മാറിപ്പോയി അല്ലേ. നോക്കിക്കേ നല്ല സ്വാദാണ്. ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ്. നാടൻ ചിക്കൻ കറിക്ക് വളരെ നല്ല ടേസ്റ്റാണുള്ളത്. നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് ചിക്കൻ കറി കാണാനായിട്ട്. ഇനി നമ്മൾ അടച്ചു വെക്കുക. ഒരു വാഴയില എടുത്ത് വെച്ച് അടച്ചു വെച്ച് വളരെ വൃത്തിയായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം വേവിക്കുക. ഏകദേശം 2 മണിക്കൂറോളം തന്നെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ദാണ്ട റെഡിയായി വെട്ടി തിളച്ച് കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.